നമസ്കാരം. നമ്മൾ ഒരാൾക്ക് പിറന്നാൾ ആശംസ അത് സമൂഹ മാധ്യമത്തിലൂടെ ആയാലും അല്ലാതെയും നേരിട്ടും ഫോൺ വിളിച്ചുമൊക്കെ നേരുന്നത് പതിവാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കോടികൾ മുടക്കി അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി പിറന്നാൾ ആശംസ നേരിടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഒരു പത്രത്തിന്റെ ഫുൾ പേജിൽ ഫോട്ടോ സഹിതം അതുപോലെ തന്നെ കുറെ ആൾക്കാരുടെ ആശംസ നേരുന്നവരുടെ അടക്കം ഉള്ള ഫോട്ടോകൾ, ചിത്രങ്ങൾ നൽകിക്കൊണ്ട് വലിയ തോതിൽ ഒരു വലിയ പിറന്നാൾ ആശംസ. അത് അത്രയും വലിയ മഹാനാണെങ്കിൽ, ലോകോത്തര നേതാവോ അല്ലെങ്കിൽ ലോകോത്തര വ്യക്തിത്വമോ ആണെങ്കിൽ പോട്ടെ, എന്നാലും ഇത്രയും പണം മുടക്കി പിറന്നാൾ ആശംസ നേരിടുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസമാണ് ഉണ്ടാകുന്നത്. വേറെ ആരുടെയും കാര്യമല്ല പറയുന്നത്. രാഹുൽ ഗാന്ധി എന്ന റൗൾ വിൻസിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വലിയ പരസ്യം നൽകിയിരിക്കുന്നു. അതും ഫുൾ പേജ് പരസ്യം. ഈ ഒരു സംവിധാനത്തിന് എതിരെ കോൺഗ്രസ് പ്രവർത്തകരടക്കം രംഗത്ത് വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ കുടുംബാധിപത്യത്തെയും അതുപോലെ കോൺഗ്രസിന്റെ യുവ രാജകുമാരനെയും യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത, NSUവിൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത, വെറും പാരമ്പര്യം വഴി കടന്നു വന്ന് കോൺഗ്രസ് എന്ന പാർട്ടിയെ ഈ വിധത്തിൽ തറപറ്റിച്ച അല്ലെങ്കിൽ അധപ്പതനത്തിന് പാത്രമാക്കിയ ഒരു വ്യക്തിയെയാണ് ഇങ്ങനെ ആശംസിച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു വിരോധാഭാസം. അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്ന പരസ്യമാണ്. പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ചിത്രം ആദ്യം ചെറിയ ഇതിൽ കൊടുത്തിരിക്കുന്നു. പിന്നീട് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തിയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു ശ്രീ രാഹുൽ ഗാന്ധി ജി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഒപ്പം രാഹുൽ ജി എന്ന് പറഞ്ഞുള്ള ആ ഒരു RAHUL എന്നതിന്റെ ഒരു അതിന്റെ പൂർണ്ണ രൂപം ആയിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ വോയിസ് ഓഫ് പീപ്പിൾ, ചോയ്സ് ഓഫ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആരുടെ ചോയ്സ് ആണോ എന്തോ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇദ്ദേഹത്തെ ആര് തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആര് അംഗീകരിക്കുന്നു? കോൺഗ്രസ്സുകാർ പോലും, പല കോൺഗ്രസ് നേതാക്കൾ പോലും രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നില്ല. എന്നിട്ടും ഇങ്ങനത്തെ പരസ്യമൊക്കെ കൊടുക്കാൻ നാണവും മാനവും ഇല്ലേ കോൺഗ്രസിന് ചോദിച്ചു പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ റോബസ്റ്റ്, അതായത് അതീവ ദൃഢതയുള്ള. എന്തിനാണ് ദൃഢത? ഇന്ന് പറയുന്നു, നാളെ മാറ്റി പറയുന്നു, കോടതിയിൽ പോയി മാപ്പ് പറയുന്നു, പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നു. അതാണോ ദൃഢത? റോബസ്റ്റ്. അഫെക്ഷനേറ്റ്, അത് ശരിയാണ്. എല്ലാവരും കാണുമ്പോൾ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് അഫെക്ഷനേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹേർട്ട്ഫുൾ, ഹൃദയം കൊണ്ട് എല്ലാവരുമായി ചേർന്ന് നിൽക്കുന്ന അത്രയും ഹൃദയ വിശാലതയുള്ള. അൺപാരലൽഡ്, RAHULന്റെ അൺപാരലൽഡ്. ആരുമായിട്ടാണോ എന്തോ ഇദ്ദേഹത്തെ പാരൽ ചെയ്യാൻ അല്ലെങ്കിൽ സമാന്തരമായി ചിന്തിക്കാൻ അല്ലെങ്കിൽ സമാന്തരമായി ഇദ്ദേഹത്തെ കരുതിയത്. ലീഡറാണ് അദ്ദേഹം. ലീഡർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം ജനിച്ച സമയം മുതലേ ലീഡറാണ്. ആ കുടുംബത്തിൽ, കോൺഗ്രസ് കുടുംബത്തിൽ, നെഹ്റു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും പറന്നു വീഴുമ്പോഴേ ലീഡറാണ്. അതിപ്പോൾ പ്രിയങ്ക റോബർട്ട് വദ്രയുടെ മക്കള് 2 കുട്ടികളുണ്ട്, അവരും ചിലപ്പോൾ ലീഡേഴ്സ് ആയിരിക്കും. ഇത്തരത്തിൽ ലക്ഷങ്ങളൊക്കെ മുടക്കിക്കൊണ്ട് അതിനകത്ത് ഒരുപാട് നേതാക്കളുടെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ പടത്തില്. സിദ്ധരാമയ്യയുടെ ഉണ്ട്, അതുപോലെ തന്നെ ശിവകുമാറിന്റെ കൊടുത്തിട്ടുണ്ട്, KC വേണുഗോപാലിന്റെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുടെ വേണ്ടപ്പെട്ട കുറെ നേതാക്കളുടെ പടവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം പിറന്നാൾ ആശംസകൾ ഞങ്ങളും നേരുകയാണ്. നല്ല പിറന്നാൾ ആശംസകൾ നേരുന്നു. ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. എന്തായാലും ഈ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ റോബസ്റ്റ് ആണോ, അഫെക്ഷനേറ്റ് ആണോ, അല്ലെങ്കിൽ ഹേർട്ട്ഫുൾ ആണോ, അൺപാരലൽഡ് ആണോ എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്തായാലും പിറന്നാൾ ആശംസകൾ നേരുന്നു. ലക്ഷങ്ങൾ മുടക്കി. കോൺഗ്രസിന് പണം പൊതുവെ കുറവാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും ഭരണമില്ല, പല തെരഞ്ഞെടുപ്പുകളിലും തോക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇറക്കാൻ പോലും പൈസയില്ലാത്ത ബുദ്ധിമുട്ട് പലപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ലക്ഷങ്ങൾ മുടക്കിയൊക്കെ രാഹുൽ ഗാന്ധിയുടെ, റൗൾ വിൻസിയുടെ പിറന്നാൾ ആശംസയ്ക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു പരസ്യം കൊടുത്ത കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസിന്റെ പ്രവർത്തകരെയും കോൺഗ്രസിന്റെ അതിന്റെ ഔദ്യോഗിക കമ്മിറ്റിയും ഒക്കെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ പിറന്നാൾ ആശംസകൾ ഇതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യയിലും മറ്റു പത്രങ്ങളിലും ഒക്കെ, മറ്റു പത്രങ്ങളിൽ കൊടുത്തതെന്ന് നമുക്കറിയില്ല കേട്ടോ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ കിട്ടിയ ഒരു കട്ടിംഗ് ആണ് നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നത്. എല്ലാ പിറന്നാൾ ആശംസകളും എല്ലാ പത്രങ്ങളിലും കൊടുക്കട്ടെ. പിറന്നാൾ ആശംസകൾ കൊണ്ട് അങ്ങ് മൂടട്ടെ. ഭാവി പ്രധാനമന്ത്രിയായി ജനങ്ങൾ കരുതുന്ന രാഹുൽ ഗാന്ധിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും ഞങ്ങളും നേരുകയാണ്. ഭാവി പ്രധാനമന്ത്രിയായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുക. ഇതുപോലെ പരസ്യം കൊടുത്തും അല്ലെങ്കിൽ ഫോട്ടോ അടിച്ചും ഫ്ലക്സ് അടിച്ചും നെഹ്റു കുടുംബത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടും ആവശ്യമില്ലാതെ ഓരോ വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ടും വലിയ ആളാകാൻ ശ്രമിക്കുന്നതിന് പകരം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആളാകാൻ ശ്രമിക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തോട് വിനീതമായി അപേക്ഷിക്കാനുള്ളൂ.